സോ നമ്മള് ആവേശം സിനിമ കണ്ടിട്ടുള്ള ആ ഒരു മൂഡിലാണ്. എടാ മോനെ, അത് തന്നെ ഏതാ പടം? എനിക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് പടമായിട്ട് തോന്നി. വെച്ചാ സെക്കൻഡ് ഹാഫിൽ കുറച്ചൊരു ചെറിയൊരു ലാഗ് ഒഴിച്ചാൽ ബാക്കി പടം മൊത്തം ഫാഫ വന്നതിന് ശേഷം പടം അങ്ങോട്ട് കൊണ്ടുപോയി ഫാഫയുടെ ഒറ്റയ്ക്കുള്ള കഴിവുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത എന്റെ കൂടെ ഇരിക്കുന്ന എന്റെ കൂട്ടുകാരനാണ്. രണ്ട് തവണ പടം കണ്ടവനാണ്. അവന് എന്താ പറയാ, സെക്കൻഡ് ഹാഫിൽ അതൊരു നമുക്ക് ലാഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? അത് ശരിക്കും കഥയിലേക്കൊരു, അതായത് ക്ലൈമാക്സിലേക്കുള്ള ഒരു എൻട്രി ആയിട്ടുള്ള ഒരു അതായിട്ടാണ്. അത് വെച്ചാ ഈ പടം നമ്മളെ കൊണ്ടുപോകുന്ന എങ്ങനെയാന്ന് വെച്ചാല് ആദ്യത്തെ ആ ഒരു കഥ പറഞ്ഞ് ആ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തിട്ട് ആ ക്യാരക്ടർ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മളെ വരുത്തി തീർക്കും. ആ ക്യാരക്ടറിന്റെ ഇമോഷൻ, ആ ക്യാരക്ടറിന്റെ വീക്ക്നെസ് ശരിക്കും കാണിക്കുന്നതാണ് സെക്കൻഡ് ഹാഫിൽ. ഓക്കെ, അതിനുശേഷം പടം അങ്ങോട്ട് നമ്മള് ഞാൻ പറയുന്നത് വെച്ചാൽ ഒറ്റയ്ക്കൊക്കെ പടം കണ്ടാൽ ചിലപ്പം ആൾക്കാർക്ക് ബോറായിട്ട് തോന്നാം, അല്ലെ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒറ്റയ്ക്ക് ഒരാള് ഒരു തിയേറ്ററിൽ പോയിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് പടം കണ്ടത്. നിനക്ക് ഇഷ്ടപ്പെട്ടു? എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നെ സംബന്ധിച്ച് ഞാൻ ചിലപ്പോ ഈ പടം ഒറ്റയ്ക്ക് കണ്ടാൽ എനിക്ക് അത്ര ചിലപ്പം ആ ഒരു വൈബ് കിട്ടിയെന്നിരിക്കില്ല. അത് ഓരോരുത്തരുടെ ആസ്പെക്ട് പോലെ ഇരിക്കും. പക്ഷെ ഈ പടം ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ കാണുമ്പോ ഉണ്ടല്ലോ, ആ ഒരു വൈബ് പിടിച്ച് കാരണം നമ്മളെ എങ്ങോട്ട് തന്നെ ആ ഒരു ലോയിന്ന് ഇങ്ങനെ കേറ്റി ഹൈ കൊണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് സാധനം അങ്ങോട്ട് വിടുക. കാരണം ഇതില് കുറെ ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. മെയിൻ ആയിട്ട് ഫാഫ, പിന്നെ ഹിപ്സ്റ്റർ, മെയിൻ ആയിട്ട് ഫാഫയുടെ കൂടെയുള്ള പുള്ളിയുടെ പേരായിരുന്നു സജിൻ ഗോപു. നമ്മുടെ രണ്ടുപേരും സജിയേട്ടാ സ്കോർ ചെയ്തത് പഴയ നമ്മുടെ രോമാഞ്ചത്തിലെ ആ പുള്ളി ഉണ്ടല്ലോ, സജിൻ ഗോപു. പുള്ളി ഫാഫയാണ് ഇതിന്റെ മെയിൻ ആയിട്ട്. ഹിപ്സ്റ്റർ ഒക്കെ ശരിക്കും ഡയറക്റ്റ് നമുക്ക് എടുത്തു പറയേണ്ട കാരണം കാസ്റ്റിംഗ് ആണ്. ഫാഫാനെ കാസ്റ്റ് ചെയ്തതാണ് ഏറ്റവും മെയിൻ ബ്രില്യൻസ് എന്ന് പറയുന്നത്. ശരിക്കും കാരണം പുള്ളി ഇല്ലെങ്കിൽ, ഈ പുള്ളിയുടെ പെർഫോമൻസ് ഇല്ലെങ്കിൽ ഇതിൽ ആരും നമുക്ക് റീകാസ്റ്റ് ചെയ്യാൻ പറ്റുക ഒരിക്കലും പറ്റില്ല. ഒരു മനുഷ്യന് ഇത്ര എനർജിയിൽ ചെയ്യുന്ന ഒരു ക്യാരക്ടർ മലയാള ഇൻഡസ്ട്രിയിലെ ശരിക്കും മലയാളത്തിലില്ല. കാരണം എന്താന്ന് വെച്ചാല് നമ്മള് വേണേ തമിഴ് നോക്കുവാണെങ്കിൽ എസ് സൂര്യ നമുക്ക് നോക്കാം. അതുപോലെയാണ് മലയാളത്തില് ഈ ഫാഫ വന്നതെന്ന് വെച്ചാല് തമിഴിലെ എസ് സൂര്യ, ധനുഷൊക്കെ വന്നതുപോലെ അതുപോലെ അടിപൊളിയായിട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. ഞങ്ങക്ക് രണ്ടുപേർക്ക് ഇഷ്ടമായിട്ട്. ഏടാ മോനെ, ആ ഒരു വൈബിലാണ് ഞങ്ങള് സിനിമ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 10-50 പ്രാവശ്യം ഈ എടാ മോനെ ആ സാധനം നമ്മൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലും ഇപ്പോഴും ആ സിനിമയിലെ പല രംഗങ്ങളും പല ഡയലോഗുകളും ഇപ്പോഴും ഉണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക. ഒരു ഫെസ്റ്റിവൽ മൂഡിൽ, അതായത് വിഷുവിന് ഈ സമയത്ത് നമുക്ക് കാണാൻ പറ്റിയ ഒരു ഫെസ്റ്റിവൽ മൂവി തന്നെയാണ്. കറക്റ്റ് ആണ്. അപ്പൊ എല്ലാരും പോയി പടം കാണുക, ഉഷാറാക്കുക. എടാ മോനെ.